നേരം പുലർന്നു വരികയാണ്. ലോലമായ പ്രകാശം പർവ്വതത്തിൽ വെണ്മ ചാർത്തുന്നു. അതോടെ മലയോരം മൃദുല മനോഹരമായതുപോലെ തോന്നിപ്പോകുന്നു. പതഞ്ഞൊഴുകുന്ന അരുവിയുടെ മാത്രം ശബ്ദം താഴ്വരയിൽ നിന്ന് കേൾക്കാം. അത് പർവ്വതത്തിലും വിവിധ ഗുഹകളിലും തട്ടി പ്രതിധ്വനിക്കുമ്പോൾ അപരിചിതമായൊരു ശബ്ദമായി മാറുന്നുണ്ട്. ശിഷ്യന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ഇലകളുടെയും ചെറു സസ്യങ്ങളുടെയും മനോഹരമായ മർമര ശബ്ദവും കിളികൾ ഉറക്കമുണരുമ്പോഴത്തെയും രാത്രിയിൽ കൂട് തേടി പോകുമ്പോഴത്തെയും ഗാനാലാപനവും കേൾക്കാൻ കഴിയും. ഒരു കൂട്ടം മുയലുകൾ മുൾച്ചെടിയുടെ പഴങ്ങൾ കരണ്ട് തിന്നുന്നതിനിടയിൽ ഒരു കല്ല് ഉരുണ്ടു വരുന്നത് കണ്ട് വിരണ്ടോടുന്നു. കുറെ കഴിഞ്ഞ് അവ എല്ലാ ദിക്കിലേക്കും കാതോർത്ത് സൂക്ഷ്മതയോടെ തിരികെ വരുന്നു. കുഴപ്പമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ മുയലുകൾ വീണ്ടും മുൾച്ചെടി പടർപ്പുകളുടെ ഇടയിലേക്ക് പോകുന്നു. ആ കാട്ടിൽ ഇലകളും കല്ലുകളുമൊക്കെ മഞ്ഞുതുള്ളികൾ വീണ് നനഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കാറ്റിൽ പായൽ, തുളസി, കറിവേപ്പില മുതലായവയുടെ ഗന്ധം കലർന്നിരിക്കുന്നു. തള്ളി നിൽക്കുന്ന ഒരു വലിയ കല്ല് മേൽക്കൂരയാക്കിയ ഒരു ഗുഹയുടെ സമീപത്തുകൂടി ഒരു കുരുവി പറന്നു നടക്കുകയാണ്. പുറത്ത് വീണ് കിടന്ന അപ്പത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട് അതിനടുത്ത് ആ പക്ഷി ഇരിപ്പുറപ്പിച്ചു. ഏതു നേരവും പറന്നു പോവാൻ തക്ക വിധത്തിൽ അത് ഗുഹക്കുള്ളിലും തറയിലും നോക്കിക്കൊണ്ട് ആർത്തിയോടെ ചിലച്ചു. എങ്കിലും ഗുഹക്കുള്ളിലേക്ക് പറന്നു കയറാൻ കുരുവി മടിച്ചു നിന്നു. അപ്പോഴാണ് ഒരു കരിങ്കുയിൽ അവിടെ എത്തിയത്. കുസൃതിയോടെ ചാടിച്ചാടി മുന്നോട്ട് നീങ്ങിയ ആ പക്ഷിക്ക് ഒരു പഴയ നോട്ടറിയുടെ മട്ടുണ്ട്. ഒരു മൂക്ക് കണ്ണാടിയുടെ കുറവേയുള്ളൂ. ഉടനെ മറ്റൊരു കുരുവി പറന്നു വന്ന് ആദ്യത്തെ കുരുവിയുടെ അടുത്തെത്തി. അത് മഞ്ഞച്ചുണ്ടുകൊണ്ട് മഞ്ഞു വീണ തറയിൽ കൊത്തിക്കൊണ്ടിരുന്നു, ഒരു പുരാവസ്തു ഗവേഷകനെ പോലെ. അപ്പത്തിനു വേണ്ടിയുള്ള ഈ അന്വേഷണം കഴിഞ്ഞ് അതൊരു കൊച്ചു ചട്ടമ്പിയുടെ രീതിയിൽ കൂകി വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. കിട്ടിയ അപ്പക്കഷ്ണങ്ങൾ ആർത്തിയോടെ തിന്നുന്നതിനിടയിലാണ് ആ കുരുവി കരിങ്കുയിലിനെ കണ്ടതും അത്ഭുതപ്പെട്ടു പോയതും. ധൈര്യപൂർവ്വം ഗുഹയിലേക്ക് പോയ കുയിൽ ഒരു പാൽക്കട്ടിയുമായി പുറത്തു വന്ന് അതൊരു കല്ലിൽ തട്ടി മുറിച്ച് ഗംഭീരമായി ഭക്ഷണം കഴിക്കുന്നു. ആ പക്ഷി വീണ്ടും ഗുഹക്കുള്ളിലേക്ക് പോയെങ്കിലും യാതൊന്നും കിട്ടാത്തതിനാൽ പരിഹാസപൂർവ്വം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നുപോയി. ഒരു ഓക്കുമരത്തിൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചു. ഗുഹയിൽ നിന്നും എന്തോ ശബ്ദം കേട്ടതിനാൽ കുരുവിയും സ്ഥലം വിട്ടു. ഞാന്നു കിടന്ന ഒരു വൃക്ഷക്കൊമ്പിൽ അത് പറന്നു പറ്റി. ഈശോ തൻ്റെ ഗുഹയുടെ വാതിൽക്കൽ വന്ന് ഏതാനും അപ്പക്കഷ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് ഒരു കൊച്ചു കിളികളെ വിളിച്ചു. പക്ഷികളെ നല്ലവണ്ണം അനുകരിച്ച് ചൂളം വിളിച്ചാണ് അവിടുന്ന് അവയെ ക്ഷണിച്ചത്. കിളികളുടെ ഭയം അകറ്റാൻ വേണ്ടി അവിടുന്ന് നടന്നൽപ്പം അകലെയുള്ള ഉയർന്നൊരു പാറയുടെ മുകളിൽ കയറി വിശ്രമിച്ചു. അപ്പോൾ ആദ്യം കുരുവിയും അതിൻ്റെ പിന്നാലെ മറ്റു ചില പക്ഷികളും പറന്നെത്തി. ഈശോയുടെ നിശ്ചലമായ ഇരിപ്പും സ്നേഹപൂർവമായ നോട്ടവും കണ്ട് പല പക്ഷികളും അവിടുത്തെ അരികിൽ വരെ എത്തി. ആളുകൾ ശത്രുക്കളല്ല സുഹൃത്തുക്കളാണെന്ന് തോന്നിയാൽ ഏറ്റവും വിശ്വസിക്കാൻ കഴിയാത്ത ജന്തുക്കൾ പോലും അവരുടെ അടുത്ത് ചെല്ലും. തൃപ്തി വന്ന കുരുവി ഈശോ ഇരുന്ന പാറയുടെ മുകളിൽ പറന്നെത്തി. ഒരു പടർപ്പ് ചെടിയുടെ വള്ളിയിലിരിപ്പായി. ഈശോയുടെ തലയ്ക്ക് മീതെ ആടിക്കൊണ്ടിരുന്ന അത് അവിടുത്തെ മനോഹരമായ തലമുടിയിലോ തോളിലോ ചാടി വീണേക്കാം. വേണ്ടുവോളം ഭക്ഷണം കഴിച്ച് തൃപ്തരായ പക്ഷികൾ പർവ്വതത്തിൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു നിന്ന സൂര്യൻ്റെ നേരെ അത്യുച്ചത്തിൽ പാട്ടുപാടിക്കൊണ്ട് പറന്നുപോയി. നിങ്ങൾ പോയിക്കൊള്ളുക, ഇനി ഞാൻ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ ഉണർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉയരത്തിലുള്ള തൻ്റെ ഗുഹയിൽ നിന്ന് ഈശോ താഴേക്ക് നടന്നു. ഓരോ ഗുഹയിലും കടന്ന് ഈശോ ഉറങ്ങിക്കിടന്ന ശിഷ്യരെ ഓരോരുത്തരെ പേര് ചൊല്ലി വിളിച്ചു. സൈമൺ, ബെർത്തലോമിയോ, ഫിലിപ്പോസ്, ജെയിംസ്, ആന്ത്രയോസ് എന്നിവർ ഉടനെ വിളിക്കേട്ടു. മത്തായി, പത്രോസ്, തോമ എന്നിവർ പ്രതികരിക്കാൻ അല്പം താമസിച്ചു. ഉണർന്നു കിടന്നിരുന്ന യൂദാസ് തദേയൂസ് ഈശോയുടെ കാൽപെരുമാറ്റം കേട്ട ഉടൻ തന്നെ ഗുഹ വിട്ട് അവിടത്തെ അടുത്തേക്ക് ചെന്നു. ഈശോയുടെ മറ്റു ബന്ധുവും യൂദാസ് കറിയോത്തായും യോഹന്നാനും നല്ല ഉറക്കത്തിലാണ്. വൃക്ഷക്കൊമ്പുകളും ഇലകളും കൊണ്ട് ഉണ്ടാക്കിയ കിടക്കകൾ പിടിച്ചു കുലുക്കിയാണ് ഈശോ അവരെ ഉണർത്താൻ ശ്രമിച്ചത്. ഈശോ ഏറ്റവും ഒടുവിൽ വിളിച്ചത് യോഹന്നാനെയാണ്. ആരാണ് തന്നെ വിളിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെ യോഹന്നാൻ ഗാഢനിദ്രയിലാണ്.
ഉറക്കത്തിന് തടസ്സം നേരിട്ട പതിഭ്രമത്തിൽ അദ്ദേഹം പിറുപിറുത്തു. അമ്മേ, ഞാനിപ്പോൾ തന്നെ വരാം. എങ്കിലും ഒന്ന് വശം തിരിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഉറക്കം പിടിച്ചു. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് പ്രാകൃതമായ കിടക്കയിലിരുന്നു. അവിടുന്ന് കുനിഞ്ഞ് യോഹന്നാൻ്റെ കവിളുകളിൽ ചുംബിച്ചു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈശോയെ കണ്ട് അന്തം വിട്ടു. എഴുന്നേറ്റിരുന്ന് അദ്ദേഹം ചോദിച്ചു, എന്നെക്കൊണ്ട് വല്ല ആവശ്യവുമുണ്ടോ? ഞാനിതാ തയ്യാർ. ഒന്നുമില്ല. മറ്റുള്ളവരെ ഉണർത്തിയപ്പോൾ നിന്നെയും ഉണർത്തിയെന്നേ ഉള്ളൂ. എന്നാൽ നീ വിചാരിച്ചത് ഇത് നിന്റെ അമ്മയായിരിക്കുമെന്നാണ്. അമ്മമാർ ചെയ്യാറുള്ളത് പോലെ ഞാൻ നിന്നെ ഉമ്മ വെച്ചത് അതുകൊണ്ടാണ്. മേൽവസ്ത്രങ്ങൾ കിടക്കയിൽ വിരിച്ചിരുന്ന യോഹന്നാൻ അടിവസ്ത്രങ്ങളുമായി എഴുന്നേറ്റ് ഈശോയുടെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുകയും അവിടുത്തെ തോളിൽ തലചായ്ച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു. ഓ, അവിടുന്ന് ഒരു അമ്മയേക്കാൾ എത്രയോ വലുതാണ്. അവിടത്തേക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അമ്മയെ വിട്ടുപിരിഞ്ഞത്. എന്നാൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയെ വിട്ടുപിരിയുകയില്ല. അങ്ങ് എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുകയാണ്. ഓ, എനിക്കതറിയാം. മറ്റുള്ളവരെക്കാൾ അധികമായി നിനക്കെന്താണ് അറിയാവുന്നത്? ഈ ഗുഹയിൽ വെച്ച് അങ്ങ് പറഞ്ഞ കാര്യം. ഞാൻ ഇതുവരെയും അമ്മയെ കാണാൻ ആ ഗുഹയിലേക്ക് വന്നില്ലല്ലോ. എൻ്റെ കൂട്ടുകാർ ഓർത്തത് അഭിപ്രായ വ്യത്യാസം അഹംഭാവവും കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത് എന്നാണ്. എന്നാൽ അവർ എന്ത് വിചാരിക്കുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല. അവിടത്തേക്ക് സത്യമറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഞാൻ വരികയല്ലേ ഉണ്ടായത്. നേരെ മറിച്ച് പ്രകാശപൂർണതയായ അവിടുന്ന് പരമപരിശുദ്ധമായ തൃത്വത്തിലെ സ്നേഹവും അതിൻ്റെ സ്വഭാവവും യഥാർത്ഥ അന്തസ്സത്തെയുമായ അവിടുന്ന് എൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്. അന്ധകാരവൃതമായ ഈ ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിവന്ന ഒരു അഗ്നിയാൽ ചുട്ടരിക്കപ്പെട്ട ഞാൻ ഈ തണുത്തുറഞ്ഞ ഗുഹയിലിരുന്ന് ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. അതോടെ രക്തസാക്ഷിത്വത്തിൻ്റെ മധുരിമയും എനിക്ക് അനുഭവവേദ്യമായി. തൃത്വമെന്ന മഹാരഹസ്യത്തിലെ മധുരിമയും എനിക്ക് അനുഭവവേദ്യമായി. തൃത്വമെന്ന മഹാരഹസ്യത്തിലെ രണ്ടാമത്തെ ആളായ പുത്രനായ ദൈവം എന്നെ ക്ഷണിക്കുകയും അവിടുന്ന് സദാ എന്നോടൊപ്പം വസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനമായ അവിടുത്തെ മാറിടത്തിൽ ഞാൻ എൻ്റെ സകല ആഗ്രഹങ്ങളും കണ്ണുനീരും ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. അങ്ങയിൽ നിന്നും ഞാൻ കേട്ട പല വാക്കുകളിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞത്ര സമഗ്രമായ മറ്റൊന്നും തന്നെയില്ല. അവിടുന്ന് ദൈവപുത്രനാണ്, പിതാവിന് തുല്യനായ ദൈവമാണ്, ത്രിത്വത്തിൽ നടുവിലത്തെ ആളാണ്. ഓ, ഒരു പക്ഷേ ഞാൻ പറയുന്നത് ദൈവദൂഷണമാവാം. എന്നാൽ ഇത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. അങ്ങ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമെന്നൊന്നില്ല. ത്രിത്വത്തിന് ദിവ്യത്വവുമില്ല. ദൈവത്തിൻ്റെ സ്നേഹമെന്ന ഏറ്റവും മഹത്തായ ഗുണവിശേഷവുമില്ല. ദൈവത്തിൻ്റെ സ്നേഹം, ഓ, ഞാൻ അതിൽ മുഴുകി നിൽക്കുകയാണ്. അണയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണത്. ആ വെള്ളം ഒരിക്കലും കവിഞ്ഞൊഴുകുകയില്ല. അതിൻ്റെ ശക്തിയാൽ ഞാൻ മരിക്കാൻ പോകുന്നതായി തോന്നുന്നു. കാരണം ഞാൻ അങ്ങയെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ലോകം മുഴുവൻ കിട്ടിയാലും ഞാൻ അതിൽ നിന്നും വിട്ടുപോവുകയില്ല. എൻ്റെ മാധുര്യമായ ദൈവമേ, ആ സ്നേഹത്തിൽ മരിക്കാൻ എന്നെ അനുവദിക്കുക. ഈശോയുടെ മാറിൽ ചാരി ഇരുന്നു കൊണ്ട് സ്നേഹനിർഭരിതനായ യോഹന്നാൻ ചിരിക്കുകയും കരയുകയും ചെയ്തു. തീക്ഷ്ണമായ സ്നേഹത്താൽ അദ്ദേഹം ആവേശഭരിതനായതുപോലെ തോന്നുന്നു. അത്യധികം വിനയത്തോടെ യോഹന്നാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതൊന്നും അങ്ങ് മറ്റുള്ളവരോട് പറയരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്തതുപോലെ അവരും ദൈവത്തോടൊപ്പം വസിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കുറപ്പുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞത് രഹസ്യമായി തന്നെ ഇരുന്നു കൊള്ളട്ടെ. യോഹന്നാനെ, വിഷമിക്കേണ്ട. സ്നേഹവുമായുള്ള നിന്റെ ബന്ധം മറ്റാരും അറിയുകയില്ല. വേഷം മാറി വരിക, നമുക്ക് പോകണം. ഈശോ മുന്നോട്ട് നടന്നപ്പോൾ മറ്റുള്ളവരെല്ലാം തയ്യാറായി നിൽപ്പുണ്ട്. അവരുടെ മുഖങ്ങൾ പൂർവാധികം പ്രശാന്തവും ആദരണീയവുമായി കാണപ്പെട്ടു. പ്രായം ചെന്നവർ പാത്രിയാർക്കീസുകാരെ പോലെ ഇരുന്നു. ചെറുപ്പക്കാർക്കും ഒരു പക്വതയും മാന്യതയും കൈവന്നിട്ടുണ്ട്.
യൗവനത്താൽ അതൊക്കെ മുമ്പ് മറക്കപ്പെട്ടിരിക്കുകയായിരുന്നു. കണ്ണുനീർപ്പാട് വീണ മുഖത്തുണ്ടായ ലജ്ജാഭരിതമായ പുഞ്ചിരിയോടുകൂടിയാണ് യൂദോസ് കറിയോത്ത ഈശോയെ അഭിമുഖീകരിച്ചത്. അവിടുന്ന് കടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹത്തെ തലോടുന്നു. പത്രോസ് നിശബ്ദനാണ്. എന്നാൽ ആ മൗനം അസാധാരണമായിരുന്നു. മറ്റാരുടെയും മാറ്റത്തേക്കാൾ ശ്രദ്ധേയവുമായിരുന്നു. അദ്ദേഹം ഈശോയെ ശ്രദ്ധാപൂർവം നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഷണ്ടി കൂടുതൽ വലുതാവുകയും കണ്ണുകൾ കൂടുതൽ ഗൗരവമുള്ളതാവുകയും ചെയ്തിരിക്കുന്നു. മുമ്പ് ആ കണ്ണുകളിൽ സൗമ്യമായ കൗശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശോ അദ്ദേഹത്തെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ഒടുവിലായിരുന്ന യോഹന്നാൻ്റെ വരവിനായി കാത്തുനിന്നു. യോഹന്നാൻ പ്രോജ്വലനായി വന്നുകൊണ്ടിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ തന്നെ നോക്കി നിൽപ്പാണ്. യോഹന്നാനെ, എൻ്റെ അടുത്ത് വരിക. അന്ത്രയോസും വരിക. സെബദിപുത്രനായ യാക്കോബും വരിക. സൈമൺ, ബെർത്തലോമിയോ, ഫിലിപ്പോസ്, എൻ്റെ സഹോദര സ്ഥാനീയൻ മത്തായി, യൂദ, സൈമൺ, എല്ലാവരും എൻ്റെ മുന്നിൽ വരിക. തോമ, ഇവിടെ വരിക. നിങ്ങളെല്ലാവരും ഒന്നിരിക്കണമേ, എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കൊച്ചുകുട്ടികളെ പോലെ അവരെല്ലാം ശാന്തമായി ഇരുന്നു. ആന്തരിക ലോകത്ത് വ്യാപരിച്ചിരുന്നുകൊണ്ട് അവർ ഈശോയെ ശ്രദ്ധിച്ചു. ഇങ്ങനെ അവർ മുമ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്കെല്ലാം അതറിയാം. ആ കാര്യം നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങളുടെ മനസ്സുകൾക്ക് പറഞ്ഞു തരും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാറാണിമാരെ പോലെ ആയിരുന്ന നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങളുടെ മനസ്സുകൾക്ക് 2 മഹാനന്മകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്: വിനയവും മൗനവും. വിനയവും വിവേകവും ജീവകാരുണ്യത്തിൻ്റെ സന്തതികളാണ്. നിങ്ങളുടെ സാമർഥ്യവും നവീന വിജ്ഞാനവും പ്രഖ്യാപിക്കുവാൻ നിങ്ങൾ തയ്യാറായി വന്നത് വെറും 8 ദിവസങ്ങൾക്ക് മുമ്പാണ്. മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാനും എതിരാളികളെ കീഴടക്കാനും മിടുക്കന്മാരായ കുട്ടികൾ ചെയ്യുന്നത് പോലെ ആയിരുന്നു അത്. ഇപ്പോൾ നിങ്ങൾ നിശബ്ദരാണ്. എന്നാൽ നിങ്ങളിപ്പോൾ കുട്ടികളല്ല, മുതിർന്നവരാണ്. പരസ്യപ്രഖ്യാപനം നടത്തിയാൽ ഒരുപക്ഷെ ദൈവകൃപ കുറവുള്ള ഒരു കൂട്ടുകാരനാണ് അത് ക്ഷീണമായി തോന്നാം. അതിനാൽ ആരും ഒന്നും പറയേണ്ട. യൗവനാരംഭത്തിലെത്തിയ യുവതികളെ പോലെയാണ് നിങ്ങൾ. ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നതിനാവശ്യമായ ഒരു പരിവർത്തനം നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. തണുത്ത പരിക്കനായ ഈ ഗുഹ ആദ്യ ദിവസം നിങ്ങളിൽ വെറുപ്പുണ്ടാക്കിയിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ ആ ഗുഹയെ സുഗന്ധപൂർണമായ ഒരു മണിയറയെ എന്ന പോലെയായിരിക്കും നിങ്ങൾ വീക്ഷിക്കുക. ഇവിടെ വെച്ചാണ് നിങ്ങൾ ദൈവവുമായി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ നിങ്ങൾ ദൈവത്തെപ്പറ്റി കാര്യമായി അറിയില്ലായിരുന്നു. നിങ്ങളിൽ ചിലർ വളരെ വർഷങ്ങളായി വിവാഹിതരാണ്. എന്നാൽ മറ്റു ചിലർ സ്ത്രീകളുമായുള്ള ബന്ധം വളരെ നിരാശാജനകമാണ്. പല കാരണങ്ങളാൽ വിവാഹം കഴിക്കാത്തവരുമുണ്ട്. എന്നാൽ അവിവാഹിതർക്കും വിവാഹിതർക്കും സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലായത് ഇപ്പോൾ മാത്രമായിരിക്കും. കായികമായ കാമത്തിൻ്റെ അപര്യാപ്തിയെപ്പറ്റി ബോധമുള്ളവർക്ക് സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാവും. എന്നാൽ ദൈവം പരിശുദ്ധന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് സമ്പൂർണ്ണതയിലാണ്. കാമവിമുക്തരായ പരിശുദ്ധന്മാരിൽ സ്വയം പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ പരമപരിശുദ്ധനായ ദൈവം സന്തുഷ്ടനാവുന്നു. തൻ്റെ സ്നേഹം കൊണ്ട് മനുഷ്യൻ്റെ പോരായ്മകൾ നികത്താനും ദൈവം ആഗ്രഹിക്കുന്നു. പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിക്കേണ്ടതില്ലായിരുന്നുവെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളെ ഈ ഏകാന്തതയിൽ പിടിച്ചു നിർത്തുകയും നിങ്ങളോടൊപ്പം ഇവിടെ താമസിക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങളിൽ നിന്ന് മഹാവിശുദ്ധന്മാരെ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. ഇനി നിങ്ങളിൽ ആശയക്കുഴപ്പമോ കാലുമാറ്റമോ തോൽവിയോ മാന്ദ്യമോ പാപവർത്തനമോ ഉണ്ടാവുകയില്ല. എങ്കിലും എനിക്കിവിടെ നിൽക്കാൻ കഴിയുകയില്ല. ഞാൻ പോയേ മതിയാവൂ. നിങ്ങളും പോകണം. ലോകം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഗുരുക്കന്മാരെയും രക്ഷകന്മാരെയും ആവശ്യമുള്ള ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകം നമുക്കായി കാത്തിരിക്കുകയാണ്. ഈ ലോകത്തെ സ്നേഹിച്ചതിലുമധികം ദൈവത്തെ സ്നേഹിക്കത്തക്ക വിധം നിങ്ങൾ അവിടുത്തെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹവും കൂടി ചേർന്നാലും അതിന് ദൈവത്തിൻ്റെ ഒരു പുഞ്ചിരിയോളം വില വരികയില്ല. ലോകം എന്താണ്?
ഇതേപ്പറ്റി ധ്യാനിക്കാനുള്ള അവസരമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇതിൽ ഏതാണ് മെച്ചപ്പെട്ടതെന്ന് കണ്ടെത്താനും ഈ അവസരം ഉപകരിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഉത്കടമായ ഹൃദയബന്ധമുള്ളത് ദൈവത്തോട് മാത്രമാണ്. ഓ, ഈ അവസ്ഥയിൽ നിങ്ങളെ എത്തിക്കുവാൻ ഞാൻ അഭിലഷിച്ചു. എങ്കിലും ലോകം നമുക്കായി കാത്തിരിക്കുന്നു. നമ്മെ കാത്തിരിക്കുന്ന ലോകത്തിലേക്ക് നാം പോകേണ്ടിയിരിക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും ലോകത്തിലേക്ക് അയക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സവിനയം യാചിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പരീക്ഷിക്കുകയും സുഖം പ്രാപിക്കുകയും മഹത്വീകരിക്കപ്പെടുകയും ദൈവവുമായി ഐക്യം പ്രാപിക്കുകയും ചെയ്തതായ വിലപ്പെട്ട കാര്യങ്ങൾ പണപ്പെട്ടിയിൽ രക്തം എന്നതുപോലെ സൂക്ഷിച്ചു വെക്കുക. ഈ അമൂല്യമായ ഓർമ്മകളെ പൂർവ്വപിതാക്കന്മാർ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ള കല്ലുകളെപ്പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെന്ന നിലയിലായിരിക്കുകയില്ല. എൻ്റെ സഭയുടെ മുഖ്യന്മാരായ അപ്പസ്തോലന്മാർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ലോകമാസകലമുള്ള സഭാശ്രേണിയിലെ എല്ലാവരും വരുന്ന നൂറ്റാണ്ടുകളിലും നിങ്ങളുടെ പിൻഗാമികളായിരിക്കും. സർവശക്തനും ജ്ഞാനസ്വരൂപനും കാരുണ്യവാനുമായ നിങ്ങളുടെ ഗുരുവിനെ എന്ന പോലെ നിങ്ങളെയും ഗുരുക്കന്മാർ എന്നായിരിക്കും ഇനി മറ്റുള്ളവർ വിളിക്കുക. നിങ്ങൾ ഏറ്റവും യോഗ്യരായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ അറിയേണ്ട ആവശ്യമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളാലാണ് ഞാൻ ജനിക്കും മുമ്പേ എൻ്റെ ശിഷ്യന്മാരായിരുന്ന ഇടയരുടെ സ്ഥാനത്തേക്ക് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? എന്തെന്നാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയായിരുന്നു. നിങ്ങളിൽ ഗലീലിയക്കാരും യൂദാക്കാരും പഠിച്ചവരും പഠിക്കാത്തവരും ധനവാന്മാരും ദരിദ്രരുമുണ്ട്. എന്തെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ഞാൻ തിരഞ്ഞെടുത്തു എന്ന് ലോകം പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഇപ്പോഴും ഭാവിയിലും ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മതിയാവുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രസക്തമായ ഒരു ഭാഗം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവില്ല. ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ദിനവൃത്താന്തം 2-ാം പുസ്തകം 29-ാം അധ്യായത്തിൽ യൂദായിലെ രാജാവായ എസെക്കിയ ദേവാലയം എങ്ങനെ ശുദ്ധീകരിച്ചുവെന്ന് പറയുന്നുണ്ട്. ശുദ്ധീകരണത്തിന് ശേഷം തൻ്റെ രാജ്യത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും യൂദയ മുഴുവൻ്റെയും പേരിൽ അദ്ദേഹം പ്രായശ്ചിത്ത ബലികൾ നടത്തി. പിന്നീടാണ് വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം ബലികൾ നടത്തിയത്. എന്നാൽ ഈ ബലികളെല്ലാം കൂടി നടത്തുന്നതിന് പുരോഹിതന്മാർ മതിയാവാതെ വന്നതിനാൽ പുരോഹിതന്മാരെക്കാൾ പദവി കുറഞ്ഞ ലേവ്യരെയും വിളിച്ചു വരുത്തി. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിത്യപുരോഹിതനായ ഞാൻ ഒരുക്കിയെടുത്ത പുരോഹിതന്മാരാണ് നിങ്ങൾ. ഞാൻ ഉത്സാഹപൂർവ്വം ദീർഘകാലത്തേക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ ദൈവത്തിന് ബലിയർപ്പിക്കുക എന്നതിനേക്കാൾ വിപുലമായ ജോലിക്ക് നിങ്ങൾ മതിയാവുകയില്ല. അതിനാൽ ശിഷ്യരെന്ന നിലയിൽ തന്നെ തുടരുന്നവരെ കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ചേർക്കും. നമ്മെ കാത്ത് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കഴിയുന്നവരും ഇപ്പോൾ തന്നെ ആത്മീയമായി ഉയർന്ന പദവിയിൽ എത്തിയിട്ടുള്ളവരും ഇസ്രയേൽ മുഴുവൻ വ്യാപിച്ചിട്ടുള്ളവരും ഭാവിയിൽ ലോകം മുഴുവൻ വ്യാപിക്കേണ്ടവരുമായ ആളുകളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർക്കും ഇതേ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ ദൗത്യം ഒന്നു തന്നെയാണ്. എന്നാൽ ലോകദൃഷ്ടിയിൽ അവരുടെ പദവി വ്യത്യസ്തമായിരിക്കും. എങ്കിലും ദൈവത്തിൻ്റെ നീതി നിഷ്ഠമായ കണ്ണുകൾ കാണുന്നത് അങ്ങനെ ആയിരിക്കുകയില്ല. അപ്പസ്തോലന്മാരാലും സ്വന്തം സഹോദരന്മാരാലും അവഗണിക്കപ്പെടുന്ന ഈ ശിഷ്യന്മാർ മനുഷ്യാത്മാക്കളെ ദൈവത്തിലേക്ക് നയിച്ചുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ അവർ അറിയപ്പെട്ട അപ്പസ്തോലന്മാരെക്കാൾ ഈ പേര് മാത്രമുള്ളവർ മാനുഷികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം അപ്പസ്തോലികത്തെ തരം താഴ്ത്തിയേക്കാം, സമുന്നതരായിരിക്കാം. എസെക്കിയായുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും പോലെ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ഒരേ കർത്തവ്യമാണ് ഏറ്റെടുക്കേണ്ടത്. ഈ വിശ്വാസത്തിന് അനുയോജ്യമായ ആരാധകർ നടത്തുക, വിഗ്രഹ ആരാധന ഇല്ലായ്മ ചെയ്യുക, ഹൃദയങ്ങളും സ്ഥലങ്ങളും ശുദ്ധീകരിക്കുക, ദൈവത്തെയും അവിടുത്തെ വചനങ്ങളെയും പറ്റി പ്രസംഗിക്കുക എന്നീ ചുമതലകൾ നിർവഹിക്കാൻ അവർ ബാധ്യസ്ഥരായിരിക്കും. ഇതിലും പരിശുദ്ധമായ ഒരു ജോലി ലോകത്തിലില്ല. നിങ്ങളുടേതിനേക്കാൾ ഉന്നതമായ ഒരു പദവിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാതോർക്കുകയും നിങ്ങളെ തന്നെ പരിശോധിക്കുകയും ചെയ്യുക. വീണുപോകുന്ന അപ്പസ്തോലന് അയ്യോ കഷ്ടം!
പല ശിഷ്യന്മാരെയും അയാൾ വഴിതെറ്റിക്കും. അവർ ധാരാളം വിശ്വാസികളെ വഴിതെറ്റിക്കും. കായലിലെ വെള്ളത്തിൽ ഒരു ഭാഗത്ത് തുടർച്ചയായി കല്ലുകൾ പതിക്കുമ്പോൾ വലയം വലുതായി വരുന്നത് പോലെ തെറ്റിപ്പോകുന്നവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാം പരിപൂർണരായിരിക്കുമോ? ഇല്ല. ഈ നിമിഷത്തിലെ ആത്മീയ ചൈതന്യം തുടർന്നും നിലനിൽക്കുമോ? ഇല്ല. നിങ്ങളുടെ ആത്മാക്കളെ ശ്വാസം മുട്ടിക്കുന്നതായി ലോകം അതിൻ്റെ ദംഷ്ട്രങ്ങളാൽ നിങ്ങളിലേക്ക് വലിച്ചെറിയും. ഇത് ലോകത്തിൻ്റെ വിജയകരമായിരിക്കും. വിശുദ്ധന്മാരുടെ ഹൃദയത്തിലെ വെളിച്ചം അണച്ചു കളയുവാൻ ലോകം പരിശ്രമിക്കും. ലൗകികരിൽ 10-5 പേർ സാത്താൻ്റെ സാധാരണ മക്കളും 10-3 പേർ അവൻ്റെ സേവകരും 10-2 പേർ ദൈവത്തോട് താല്പര്യമില്ലാത്തവരുമായിരിക്കും. ഈ ലോകത്തിൻ്റെ ജഡികമോഹങ്ങളുടെയും സാത്താൻ്റെയും പ്രലോഭനങ്ങളിൽ നിന്നും നിങ്ങളെ തന്നെ നിങ്ങൾ കാത്തുകൊള്ളുക. സർവോപരി നിങ്ങളുടെ കാവൽക്കാർ നിങ്ങൾ തന്നെ ആയിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ, അഹംഭാവം, വിഷയാസക്തി, ബഹുവിധ വ്യക്തിത്വം, മാന്ദ്യം, ആത്മീയമായ അലസത, പണക്കൊതി എന്നീ തിന്മകൾക്കെതിരെ നിങ്ങൾ ജാഗ്രത പുലർത്തുക. നിങ്ങളുടെ അഹംബോധത്തിന് ക്ഷതമേറ്റതായി തോന്നുമ്പോൾ അതിനോട് ഇപ്രകാരം പറയുക: ഇപ്പോൾ ഒരു നിമിഷത്തെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ നിനക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. ഷേബാത്തിലെ പർവ്വതഗുഹയിൽ നടന്ന വിരുന്നിലെ ആനന്ദ നിർവൃതിയെപ്പറ്റി നിങ്ങൾ എപ്പോഴും ഓർക്കുക. നമുക്ക് പോകാം. എൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ വലിയ ജനക്കൂട്ടത്തിലേക്ക് അടുത്തേക്ക് നമുക്ക് പോകാം. അതിനുശേഷം കുറേ മണിക്കൂർ സമയത്തേക്ക് ഞാൻ തിബിരിയാസിൽ പോകും. ആ സമയത്ത് നിങ്ങൾ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വചനം പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കണം. തിബരിയാസിൽ നിന്ന് കടലിലേക്കുള്ള നിരത്ത് അതുവഴിയാണല്ലോ കടന്നു പോകുന്നത്. ഞാൻ അവിടെ എത്തി പ്രസംഗിക്കാം. നിങ്ങളുടെ ഭാണ്ഡങ്ങളും കുപ്പായങ്ങളും എടുക്കുക. ധ്യാനവും തെരഞ്ഞെടുപ്പും നടന്നു കഴിഞ്ഞിരിക്കുന്നു.